കുറെ ബെഞ്ചുകളുണ്ട്. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ നിലത്ത് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇവിടെ തൊപ്പി ഊരിയിട്ട് ഞാൻ പറയും എനിക്ക് ജോലിയില്ല. ഈ ജോലി ഇല്ലേ? അയ്യപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? സെക്യൂരിറ്റി പണി താല്പര്യമുണ്ടോ? എന്നോട് ആ മനുഷ്യൻ ചോദിച്ചതാണ്. പുസ്തകം വായിച്ചിട്ടുണ്ട്. എൻ്റെ മോൻ ഭയങ്കര ഫാനാ. ഈ 5ാം ക്ലാസ്സുകാരനോ? അതേന്നേ, സാറിൻ്റെ ദൈവത്തിൻ്റെ ചെകുത്താന്മാർ. നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടണം. ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഈ വരുന്ന പെൺകുട്ടി ഒരു പിശാചാണെങ്കിൽ, ഇതെൻ്റെ ലാംഗ്വേജിൽ അദ്ദേഹം പറഞ്ഞാണ്, ഭയങ്കര മോശപ്പെട്ട ഒരാളാണെങ്കിൽ, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെ എന്നെ ഇങ്ങനെ ഫൂളാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചതെങ്കിൽ, മാപ്പ്. ഞാൻ ന്യൂ ഇയറിന് മുമ്പ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര പ്രോഗ്രാമിന് വന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, കനകക്കുന്ന് പാലസ് നീ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, അവിടെ മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, നീ എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഹെഡ്സെറ്റും ഒരു മാസ്കും വെച്ചു. ഇനി ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞാൽ അത് പ്രശ്നമുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരം മുഴുവൻ അന്ന് കനകക്കുന്ന് പാലസിലുണ്ടായിരുന്നു. എവിടെ തിരിഞ്ഞാലും മനുഷ്യൻ. അവിടെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ടിക്കറ്റ് എടുക്കണം. QR കോഡ് വെച്ച് ഗൂഗിൾ പേ ചെയ്ത് ടിക്കറ്റ് എടുത്തു. ഞാൻ മാസ്ക് ഊരിയില്ല, ഹെഡ്സെറ്റ് വെച്ചു. ഞാൻ നടന്നു പോകുന്ന ആൾക്കൂട്ടത്തിൽ തനിയെ നമ്മൾ ആരാലും തിരിച്ചറിയപ്പെടാൻ വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ പോകുന്നു. കുറച്ച് തീയതി മാസ്ക് ഭയങ്കര നമുക്കൊരു സഫോക്കേഷൻ. ഞാൻ ഈ മാസ്ക് ഊരി ഒരു ബെഞ്ചിലിരുന്നു. അവിടെ കുറേ ബെഞ്ചുകളുണ്ട്. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ നിലത്ത് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇവിടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വെറുതെ നമ്മളിങ്ങനെ കോണ്ടന്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരുത്തനാണല്ലോ. ഞാൻ ഹായ് ചേട്ടാ. ഹായ്. എല്ലാ ദിവസവും തിരക്കുണ്ടോ? പിന്നെ ഭയങ്കര തിരക്കാണ് എല്ലാ ദിവസവും. അവനെവിടുന്നാ? ഞാൻ കൊച്ചിയിൽ നിന്നാണ്. എന്ത് ചെയ്യുന്നു? അപ്പം എനിക്കിപ്പോൾ ജോലിയില്ല. ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു. ഒരു 7 മാസം മുമ്പ് ഞാൻ ജോലി വിട്ടായിരുന്നു. ഞാൻ പറയും എനിക്ക് ജോലിയില്ല. ഈ ജോലി ഇല്ലേ? അയ്യപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അപ്പോൾ ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ അതിങ്ങനെ ചെറിയ പരിപാടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സെക്യൂരിറ്റി പണി താല്പര്യമുണ്ടോ? എന്നോട് ആ മനുഷ്യൻ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഷിഫ്റ്റായിരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. എനിക്കിവിടെ കൃത്യ സ്ഥലത്ത് കിട്ടി. കനകക്കുന്ന് പാലസ് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി, വാളയത്തോട്ട് അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ കുറച്ച് അവരങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത് ഒരമ്മയും കുഞ്ഞും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാറേ പുസ്തകം വായിച്ചിട്ടുണ്ട്, എൻ്റെ മോൻ ഭയങ്കര ഫാനാ. ഈ 5ാം ക്ലാസ്സുകാരനോ? അതേന്നേ, സാറിൻ്റെ ദൈവത്തിൻ്റെ ചെകുത്താന്മാർ. ഞാനാണ് ഒരു വായിച്ചു കൊടുത്തത്. അപ്പം ഞാൻ അതേത് പുസ്തകം? ഞാൻ എഴുതിയത് ദൈവത്തിൻ്റെ ചാരന്മാരാണ്. നമ്മളിങ്ങനെ ആ അമ്മച്ചിയുടെ ആൻറ്റി ഇവിടെ ഒന്നേണ്ടോന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇപ്പോൾ ആൻറ്റി നല്ല സുന്ദരിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ചെകുത്താന്മാർ അവർ അതെ 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 മോൻ. അപ്പം ഈ പുള്ളി എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കോൺവെർസേഷൻ തുടർന്നു. പുള്ളി പറയും കല്യാണം കഴിച്ചോന്ന് വെച്ചതിനോട്. ഞാൻ പറയാം കല്യാണം കഴിച്ചില്ല. അത് കെട്ടണം മോനെ, അതെന്തായാലും കെട്ടണം, നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടണം. ഇതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു അതെന്താണ് അങ്ങനെ? നമുക്ക് ഈ മനുഷ്യന്മാരൊന്നും അറിയില്ലല്ലോ. ഈ വരുന്ന പെൺകുട്ടി ഒരു പിശാചാണെങ്കിൽ, ഇതെൻ്റെ ലാംഗ്വേജിൽ അദ്ദേഹം പറഞ്ഞാണ്, ഭയങ്കര മോശപ്പെട്ട ഒരാളാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന സ്വത്തെങ്കിലും നമുക്കിടയിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കും. ഇപ്പോൾ കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ, വീട്ടിൽ അത്യാവശ്യം ആ പൈസയെങ്കിലും ഉണ്ടല്ലോ, അത് മോൻ സൂക്ഷിക്കണം. ആളുകൾ പല ഫിലോസഫിയും പറയും. അപ്പോൾ ഒരു യങ് ക്രൗഡ് ഓടി ഒന്ന് സെൽഫി എടുക്കുന്നു. അപ്പോൾ അയാൾ എന്തെങ്കിലും നോക്കുന്നു. മെല്ലെ അയാൾ നടന്നിങ്ങനെ പോകുന്നെങ്കിൽ കാണാം. ഞാൻ ഇങ്ങനെ സെൽഫി എടുക്കുമ്പോൾ ഞാൻ നോക്കണം, എനിക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് പറയണമായിരുന്നു സാർ, ഞാൻ മനഃപൂർവ്വം എനിക്കൊന്നും എൻ്റെ കൗതുകം കൊണ്ടാണ് നോക്കി പറയണമെന്നുണ്ട്. ആ മനുഷ്യനിങ്ങനെ തൊപ്പി വെച്ചിട്ട് വേഗം നടന്നിങ്ങനെ പോയി. ഈ സെൽഫിയിൽ അയാൾ മുഴുവൻ അന്വേഷിച്ചു, ഇവിടെ ഞാൻ കണ്ടില്ല. മേ ബി ഹി ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ്. ചിലപ്പോൾ മനുഷ്യന് ഞാൻ ഇത്ര നേരം പൊട്ടനാക്കപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. സ്നേഹം എന്ന വാക്കിന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച അർത്ഥം ഇതാണ്: ഒരു മനുഷ്യനെയും ലജ്ജിക്കാൻ അനുവദിക്കരുത്. Never ever allow someone to bow their head in humiliation. മകൻ മാർക്ക് കുറഞ്ഞു വരുമ്പോൾ ഒച്ചയെടുത്ത് അവൻ്റെ തല കുനിയാൻ അനുവദിക്കരുത്. നിങ്ങളൊരു ബോസ് ആണെങ്കിൽ എംപ്ലോയർ വർക്ക് ചെയ്തില്ല, പബ്ലിക്കിൽ എല്ലാവരും വിളിച്ച് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അവൻ്റെ തല താഴാൻ അനുവദിക്കരുത്. മനുഷ്യൻ്റെ തല ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നതാണ് സ്നേഹം എന്നാണ് ഞാൻ കണ്ടെത്തിയ കണ്ടെത്തൽ. ആ മനുഷ്യൻ എനിക്ക് ജോലി വരെ ഒപ്പിച്ച് തന്നേനെ. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളെ എന്നെ ഇങ്ങനെ ഫൂളാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചതെങ്കിൽ
ഓ മാപ്പ്. അയാൾ ഇനി ഞാൻ മൂലം ഇനി ആരെയും സഹായിക്കാൻ നിൽക്കണം, നമ്മൾ വരുന്ന കോമാളിയാവും. ആരുടെ മുമ്പിൽ അദ്ദേഹം കോമാളിയായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഓ ഞാനൊരു പൊട്ടനാവുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വാക്ക് തന്നെ, തല കുനി അനുവദിക്കരുത് ഒരാളുടെ.